കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ. ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ മോൾ എന്നെ നോക്കിയിരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കി പോകുന്നത്. അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ ഉണ്ട്, ഇറങ്ങുകയാണ്. 8:30 ആകുന്നേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ വിളിച്ചിട്ട് പറയാം. എന്നെന്തുവായിരുന്നു, എന്തോ പറയണമെന്ന് വിചാരിച്ചിരുന്നു, അങ്ങ് മറന്നും പോയി. ചെടിക്കൊക്കെ വെള്ളം കോരണം കേട്ടോ മോനെ. പിന്നെന്താണ്, ബാക്കി വിശേഷങ്ങളൊക്കെ വിളിച്ചിട്ട് പറയാം ഓർക്കുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനിയും 4 മണി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പം മരുമകൾ ഒരു 5-5:30 ആകുമ്പോഴത്തേന് വരും. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ അങ്ങ് പോവും. അവൾ വരുന്നിടം വരെ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല. ചെന്നിട്ട് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് പോകും. സമയം പോവും. 6 മണി 7 മണി ആയാലും ഇവിടെ നിന്ന് പോകത്തില്ല. അപ്പം കൊച്ചിനെ നാളെ കാണാം, ഇന്നിനും കാണാം. നാളെ അവരങ്ങ് വരും പള്ളിയിൽ. നാളെ ലാസ്റ്റ് ദിവസം. അപ്പം നാളെ പള്ളിയിൽ പോകാനായിട്ട് വരും. അന്നേരം നാളെ ഇനി സ്കൂളില്ല. നാളെ എനിക്ക് സാറിൻ്റെ ഇവിടെ ജോലിയുണ്ട്, അങ്ങോട്ട് ജോലിക്ക് പോകണം. എടി എന്തുവാടിയോ ഇവൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല കൂട്ടുകാരെ. അവളെയും ഞാൻ വീഡിയോ കാണിക്കണം. അതിനുള്ള വഴക്കാണ് കേട്ടോ കാണിക്കാം. നേണ്ട കുഞ്ഞിനെ കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. ഈ സുന്ദരിയാണല്ലോ. അവൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് പ്രശ്നം. അവൾ വന്ന് കീഴെ വന്ന് ഭയങ്കര പ്രശ്നം. അതേ ഒരാൾ കിടക്കുന്നു, ഒരു വഴക്കും ഇല്ല. കുഞ്ഞൊന്ന് നോക്കി, നിന്നെ കാണിക്കാടി, നിക്കടി, സമാധാനപ്പെടറി. കുഞ്ഞിനെ ഒന്ന് കാണിക്കട്ടെ, പെണ്ണിനെ ഒന്ന് കാണിക്കട്ടെ. ഓ ഇവളങ്ങ് വഴക്കാണ് എൻ്റെ കൂട്ടുകാരെ. ഇവളങ്ങ് വഴക്കാ കൂട്ടുകാരെ. ഇത് കണ്ടോ, അവളെ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാവൂന്ന് അവൾ പറയുന്നത്. മുന്നേ കയറി അങ്ങ് ഇരിക്കുവോ കേമത്തി. പൊന്നാനി അമ്മരെ പൊന്നിന് മാത്രം വഴക്ക്. ഓ ഇതിനെ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാട്ടോ. പിച്ച് ഞാൻ അടിക്കരുത്, രണ്ടും കൂടെ അടി കൂടിയാൽ. പിന്നെ നിന്നെ മാത്രമേ ഇപ്പോൾ എടുത്താൽ മതിയോ? അവതല്ലേ ഞങ്ങളുടെ ആയത്തെ കൊച്ചിനെയല്ലേ ഞങ്ങൾ ആദ്യം എടുക്കേണ്ടത്. എൻ്റെ കുഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരു വഴക്കും ഇല്ല എൻ്റെ പെണ്ണിനൊരു വഴക്കും ഇല്ല. ഇവക്കാണ് കൂട്ടുകാരെ. കണ്ടോ എൻ്റെ കൈ കടിക്കരുത്. എനിക്ക് നോക്കുന്നു. ചട്ടമ്പി മോളെവിടെ പോവാ? മോളവിടെ കിടക്കും പോവാതെ. ഇവള് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇവളെന്തോ രഹസ്യമായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചേട്ടത്തിയാന്നൊന്നും ഒരു നോട്ടമില്ല ഇവക്ക്. ഇവളെ ഇളയത് കറുപ്പാണ് ഇളയത്. അതിനൊരു ഇതുമില്ല. എൻ്റെ കുഞ്ഞവിടെ കിടക്കും. എൻ്റെ കുഞ്ഞിനൊരു വഴക്കും ഇല്ലാത്ത കുഞ്ഞ്. ഇവളാ ചട്ടമ്പി കേട്ടോ കൂട്ടുകാരെ. എന്തുകൊണ്ടു എൻ്റെ കാലയിൽ ചട്ടമ്പി പിള്ളേരാ കൂട്ടുകാരേ. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം കോരി കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, കഴുകി വെച്ചു. പിന്നെ അങ്ങനെയൊക്കെ കുറേ ജോലികളുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. ചെടിക്ക് വെള്ളം കോരുമ്പം തന്നെ നമ്മളൊരു ഇതാവും. കാരണം കൂട്ടുകാരെ ഞാൻ കാണിക്കുന്നില്ല, വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് അടുത്തടുത്തല്ല. അവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നിടത്തെല്ലാം ചെടി കൊണ്ട് നട്ടേക്കുക. അയ്യം മൊത്തത്തിൽ ചെടിയാണ്. അതിനെല്ലാം വെള്ളം കോരണ്ടേ. വേര് പിടിക്കുന്നിടം വരെ നമുക്ക് കോരിയാലും മതി. പിന്നെ ഇപ്പോൾ ഉണക്കല്ലേ, ഉണക്കാകുമ്പോൾ എല്ലാത്തിനും ഇച്ചിരിച്ച് വെള്ളം കൊടുക്കണം. അതുകൊണ്ട് വെള്ളം കോരാണ് ഇപ്പോൾ ഇച്ചിരി പ്രയാസം. മഴയൊക്കെ കഴിയുമ്പോൾ രക്ഷപ്പെട്ടു, പിന്നെ പാടൊന്നുമില്ല. ഇനിയിപ്പോൾ കുറേ ആകുമ്പോൾ നമ്മുടെ കിണറ്റിലെ വെള്ളം അങ്ങ് വറ്റും കൂട്ടുകാരെ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി ആഴമില്ല കിണറിന്. ഇതിനടിയിലോട്ട് ഒരുതരം ചീങ്കക്കല്ല, പാറ പോലത്തെ ഒരു കല്ല. അത് നമുക്കങ്ങനെ കുഴിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചേട്ടനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മിഷ്യൻ കൊണ്ടുവന്നിട്ട് വെള്ളം വറ്റുമ്പോൾ കുഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ഉണക്കാകുമ്പോൾ ഞാനും മക്കളും ഇങ്ങനെ കുറേശ്ശെ കുഴി കുത്തിയിടും. പൊടിച്ചെടുക്കും. ഇങ്ങനെ ഉളി വെച്ച് ചുറ്റിയെ വെച്ച് അടിച്ചടിച്ച് നിൽക്കും. അങ്ങനെ കുറേശ്ശെ കുഴി ആയത്. ചേട്ടൻ പിന്നെ പറഞ്ഞ് മിഷ്യൻ കൊണ്ടുവന്നിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, ഇനിയും ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് പള്ളിയിൽ പോവും. ഇന്നാണ് അവിടെ തീർത്ഥാടകരൊക്കെ ഒത്തിരി ആൾക്കാർ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വരും. എന്തൊക്കെ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ കൂട്ടുകാരെ. മഞ്ഞിനിക്കര പള്ളിയിൽ അങ്ങനെ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അതേപ്പോൾ അറിയാൻ പറ്റും. പത്തനംതിട്ട ഓമല്ലൂർ മഞ്ഞിനിക്കര പള്ളി.
പറയാം. ഒത്തിരി ആൾക്കാർ നടന്നു വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ചെന്നിട്ട് മോളില്ല കേട്ടോ, മോൾക്ക് നൈറ്റാണ്, അവൾ പോവും. പിന്നെ നാളെ വലിയ മരുമോളും മോനും ഒക്കെ വരുന്നതുകൊണ്ട് അവളിരുന്ന് പറഞ്ഞായിട്ട് നാത്തൂനുണ്ടായതുകൊണ്ട് ഞാൻ നാളെ ജോലിക്ക് പോകുന്നില്ല, എന്തെങ്കിലും പറഞ്ഞ് അവധി എടുക്കണം എന്നൊക്കെ പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എന്താണോ എന്തോ. അങ്ങനെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? മാമ്പൂ എല്ലാം പൊഴിഞ്ഞു പോയി കൂട്ടുകാർ, എല്ലാം പൊഴിഞ്ഞു പോവുക കേട്ടോ. പിന്നെ മുരിങ്ങയിൽ നമുക്ക് 1 2 3 4 മുരിങ്ങയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുരിങ്ങയുടെ പൂവെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞു മുരിങ്ങയ്ക്ക എന്നാലും വേണ്ടില്ല, നമുക്ക് മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അങ്ങനെ പറയാമല്ലോ. പിന്നെ കോവലയിലൊന്നും കായാവാൻ എൻ്റെ കൊച്ചുമോൻ സമ്മതിക്കത്തില്ല. അവനതെല്ലാം പിച്ചി കളയുക. നേരത്തെ അവർ മുരിപ്പിനായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അവരിവിടെ താമസിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചെറുത് കോവയ്ക്കെല്ലാം പിച്ചി കളയുക. അവനതെല്ലാം പറിച്ച് വെക്കുക. അമ്മൂമ്മയ്ക്ക് കൊണ്ടുപോകാനാണെന്നും പറഞ്ഞിട്ട് അവൻ പറിച്ച് വെക്കുന്നത്. ചെറുതിലൊക്കെയാണ് ചെടി ഞാനിവിടെ നട്ട് കഴിയുമ്പോൾ അവൻ മാറ്റി നടുമായിരുന്നു. ഞാൻ നട്ടിട്ട് പോകുന്ന വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് അത് വേറെ എവിടെയെങ്കിലും അവൻ മാറ്റി നടുന്നത്. 1 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള സമയത്ത്, പിച്ച് നടക്കുന്ന സമയത്തൊക്കെ, 2 വയസ്സിനകത്തൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ നാശമായിരുന്നു കാണിക്കുന്നത്. ഞാൻ ചെടി നടാൻ അവൻ സമ്മതിക്കത്തില്ല. പിന്നെ അതുപോലെ ചെടിയെല്ലാം പിച്ചി, നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ തോട്, അതിങ്ങനെ ആട്ടി എടുത്ത് തോട്ടിലോട്ട് കളയും. ഒക്കെ എൻ്റെ കൊച്ചുമ്മൻ്റെ ഹോബിയായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നു കൂട്ടുകാരെ. വെയിലല്ലേ, ഭയങ്കര 2 2:30 സമയത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വയലിൽ കൂടെ വരുന്നത്. നല്ല വെയിലാണ്. സ്കൂളിലിരിക്കുമ്പോൾ വെയിലൊന്നും അറിയില്ല, ഇനി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് വെയിൽ. പിന്നെ ഇവിടെ വന്ന് നമ്മളിരിക്കുന്നില്ല, നമ്മളോരോ ജോലി നല്ലതായിട്ട് ഉറക്കം വരുന്നേ. കിടന്നാൽ ഉറങ്ങിയാൽ ഞാൻ ഇപ്പോഴൊന്നും എണ്ണീക്കത്തില്ല. അത് പോകാം. ഭയങ്കര ചൂടാണ്. പിള്ളേർക്ക് വന്നതിന് ചായ ഉണ്ടായിരുന്നു, ചായ കൊടുത്തു. പിന്നെ വേറെ എന്താ, വേറെ ഒന്നുമില്ല. എനിക്ക് ചായ അവിടെ കുടിക്കാൻ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ എടുത്തതിൻ്റെ ബാക്കി ഇച്ചിരി ഏറെ ചിലപ്പോൾ ചായ കാണും. ചിലപ്പോൾ എല്ലാ ടീച്ചർമാരും വരത്തില്ലായിരിക്കാം. ചിലപ്പോൾ കുറച്ച് ടീച്ചർമാർ, 1 2 ടീച്ചർമാർ ചിലപ്പോൾ കുടിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ 1 2 ചായയൊക്കെ അധികം വരും. അപ്പോൾ ചേച്ചി എന്നോട് കുടിക്കാൻ പറയും. എനിക്കാണെങ്കിൽ കുടിക്കാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ കുടിക്കാൻ പറ്റത്തില്ല. വാതർന്ന് വയ്യ, ഉറക്കം വരുന്നു. അപ്പോൾ എല്ലാ ചായയും കൂടെ ഞാൻ കുടിക്കത്തില്ല, എനിക്ക് കുടിക്കാൻ പറ്റില്ല. ഞാൻ ഇനി കൊണ്ടുവരും, കുപ്പിക്കകത്താക്കി കൊണ്ടുവന്നിട്ട് ഇവളുമാർക്ക് കൊടുക്കും. അങ്ങനെ പിന്നെ പിള്ളേർക്ക് ചായ കൊണ്ടു കൊടുക്കും. പിന്നെ കഴിക്കാൻ എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. ഉള്ളിവടയോ ഉഴുന്നുവടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. അല്ല 2 ബിസ്ക്കറ്റോ എന്തെങ്കിലും വേണം ഇവളുമാർക്ക്. ഇവളുമാരില്ല, പിള്ളേരെ കഴിഞ്ഞ് ബാക്കിയോ കേട്ടോ. എൻ്റെ മക്കൾ 2 എണ്ണമാ, ഇവളുമാർ 2 എണ്ണവും. അപ്പോൾ എങ്ങും പോകത്തില്ല, ഈ വീട്ടിൽ കിടന്നോളും, എങ്ങും പോകത്തില്ല. അങ്ങനെ അപ്പോൾ വരുന്ന നോക്കിയിരിക്കുന്നു. മേളിൽ വണ്ടി കൊണ്ട് വെക്കുന്നതിൻ്റെ സൗണ്ട് ഇവളുമാർക്ക് കേൾക്കുമ്പോൾ അറിയാം. ഇവളുമാർ അന്നേരം ഓടി വരും, വയലിൽ കൂടെ അങ്ങോട്ട് കയറി വരും. പിന്നെ ഇവിടെ വന്ന് ആ സഞ്ചി താത്ത് വെച്ച് അതിൽ നിന്ന് ചായയും കഴിക്കാൻ കൊണ്ടുവരുന്നതും കഴിക്കാതെ അവളുമാർക്ക് പിന്നെ സമാധാനമില്ല. അത് കഴിഞ്ഞ് ഇതുപോലെ എവിടെയെങ്കിലും മാറിക്കിടന്നോളും, ഒരു പ്രശ്നവും ഇല്ല. ഉണ്ടോ, അങ്ങനെ കിടന്നോളും. അത്രയും കിട്ടണം അവളുമാർക്ക്, അതാണ് അവളുമാർ പ്രശ്നം. അപ്പോൾ ഞാൻ ഇനി എന്നാൽ വീട്ടിലോട്ട് പോയിട്ട് കേട്ടോ. ഇത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. കൊച്ചിനെ ഒന്ന് വിളിക്കട്ടെ, വലിയ അവളെ ഒന്ന് വിളിക്കട്ടെ. ഇറങ്ങി വലിയെന്ന് അറിയട്ടെ. 4:30 ആവും അവൾ ഇറങ്ങുമ്പോഴത്തേന്, 4:30 കഴിയും. രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്നതിൻ്റെ അനുസരിച്ച് ആ ടൈമിൻ്റെ അനുസരിച്ചായിരിക്കും വൈകുന്നേരം ഇറങ്ങുന്നത്. താമസിച്ചൊക്കെ ചെല്ലുന്നെങ്കിൽ 7:30-ക്കൊക്കെ കയറാമെന്നുണ്ടെങ്കിൽ പെണ്ണിന് 4:30-ക്കും 4 മണിക്കൊക്കെ ഇറങ്ങാം. താമസിച്ച് അതും കഴിഞ്ഞ് 8 മണി 8:30-ക്കൊക്കെ കയറുന്നെങ്കിൽ 5 മണി 5:30-ഒക്കെ കഴിയും പിന്നെ ഇറങ്ങുമ്പോൾ. അങ്ങനെ സമയത്തിൻ്റെ നോക്കിയിട്ട് വിടും. ഇന്നിനി എപ്പോഴാണ് ചെന്നതെന്ന് അറിയത്തില്ലല്ലോ. എൻ്റെ ബാക്കി ഇന്നലെ പള്ളിയിൽ വന്നോണ്ടെങ്കിൽ 2 ബേസിന് 3 കപ്പും മേടിച്ചു. ഒരു ബേസിന് 50 രൂപ, അങ്ങനെ 2 ബേസാണ് വാങ്ങിച്ച്. പിന്നെ കപ്പ് 3 എണ്ണം 50 രൂപ, അങ്ങനെ അതും വാങ്ങിച്ച്. ഞാൻ വന്നപ്പോൾ വലിയൊരു ബേസം വാങ്ങിച്ച് പാത്രം കഴുകാൻ കൊണ്ട്. ഇവിടെ നമുക്ക് സിങ്കൊന്നും ഇല്ലല്ലോ, എല്ലാം വെളിയിലല്ലേ, പൈപ്പൊന്നും ഇല്ലല്ലോ.
അപ്പോൾ പാത്രം കഴുകാനുള്ള ഒന്നിച്ച് ഒരു ബേസിനകത്തോട്ട് വെച്ചിരുന്നിട്ട് അത് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടി. അപ്പോൾ പാത്രം അനത്തി കൊണ്ട് വെക്കുമ്പോൾ ഇച്ചിരി വെള്ളം എങ്ങാനും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് തറയിലാവുക. പിന്നെ അവളത് ആ പൊട്ടിയ ബേസൻ പിന്നെ നനയ്ക്കുന്ന തുണി പറക്കി ഇടാനും എടുത്ത് ആ വലിയ ബേസൻ ഇപ്പോൾ പുതിയത് വാങ്ങിച്ചത് പാത്രം പറക്കി വെച്ച് അതിനകത്തിൽ ചെറുതെടുത്ത് മാറ്റി വെച്ചേക്കുന്നു. പാത്രം വാങ്ങിച്ച് കൂട്ടും കേട്ടോ, അതിന് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്വഭാവമൊക്കെ ആ കൊച്ചിനുണ്ട്, മൂത്ത മരുമകൾക്കുണ്ട്. പാത്രം വാങ്ങിച്ച് കൂട്ടാം. ഇനിയിപ്പോൾ ശനിയാഴ്ച നാളെ കുറേ പാത്രം അവിടെ കണ്ടു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ മേടിക്കണമെന്നും പറഞ്ഞിട്ടൊക്കെ നിൽക്കുക, എന്തുവാണോ എന്തോ. അപ്പോൾ ബേസൻ വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം എനിക്കിങ്ങ് തന്നു. അമ്മ എടുത്തു, അമ്മ ഒരെണ്ണം, എനിക്ക് നീല കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരെണ്ണം നീല എടുത്തു, അമ്മ ഇതെടുത്തു അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ട മക്കളെ ഇങ്ങ് വീട്ടിൽ കൊണ്ടുവരും. ഇനിയിപ്പോൾ ഉണക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെയാണ് വെള്ളമൊക്കെ കോരി വെക്കാനും ഒക്കെ പാത്രങ്ങൾ ഒത്തിരി ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട മോനെ ഇവിടെ വെച്ചേരെന്ന് പറഞ്ഞു. അയ്യോ അത് പറഞ്ഞപ്പോഴേ ഞാൻ പെരയിലൊക്കെ കുറച്ച് വെള്ളം കോരി വെക്കട്ടെ, അല്ലേ അവൾ വന്ന് കിടന്ന് കോരണ്ടായി. എല്ലാം കൂടെ പാടല്ലേ. ഒരു കണക്കിന് ഇപ്പോൾ അതുങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്കൊരു സമാധാനം കൂട്ടുകാരെ കേട്ടോ. കാരണം പകൽ വന്ന് ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ പോലും രാത്രിയിൽ ഇവിടെ ആളുണ്ടല്ലോ, മറ്റേ രാത്രിയിൽ ഇവിടെ ആരുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും രാത്രി ഇവിടെ ഉണ്ട്, കുഴപ്പമില്ലമ്മ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ഒത്തിരി സമാധാനം. പിന്നെ അതിലുപരി വേറൊരു വിഷമമുണ്ട്, അവരുടെ അമ്മയും അച്ഛനും അവിടെ തന്നെയേ ഉള്ളൂ, അത് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പിന്നെ കുഞ്ഞിനെ രാവിലെ അവിടെ കൊണ്ടുവിടും, അതുകൊണ്ട് പിന്നെ കുഞ്ഞിച്ചിരി നേരം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ അതുങ്ങൾ ഇവിടെ നിൽക്കുമല്ലേ, അപ്പോൾ നമ്മൾ അതൊരു ഭയങ്കര എനിക്കൊരു വലിയൊരു ഉപകാരമായി. ഇപ്പോൾ അതുങ്ങൾ വന്ന് ഈ രാത്രിയിൽ വീട്ടിൽ നിൽക്കുന്നത്. മറ്റേ വീടൊന്നും കൂട്ടുകാർ കാണുന്നില്ല, അയലോക്കൊന്നുമില്ല, മേളിലൊരു വീടല്ലോ ഉള്ളൂ. എല്ലാവരും കയറി വല്ല നാശവും കാണിച്ച് ഒന്നാമത് ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ ഇവിടെയെല്ലാം പേപ്പറിലും ന്യൂസും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. നമുക്ക് പറയാൻ പറ്റുമോ? വീട്ടിലാരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തന്മാർ കാണിക്കുന്ന എന്തൊക്കെയായിരിക്കും എന്നൊന്നും നമ്മൾ പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളിവിടെ വന്ന് നിൽക്കുന്നുള്ളൊരു സമാധാനമാണ്. എന്ത് ചെയ്യാനാന്ന് പറ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന വിശേഷങ്ങളും കൊണ്ട് ഇവിടെ ഇരിക്കും കേട്ടോ. ഞാൻ വെള്ളമൊക്കെ കോരി വെച്ചിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ. വൈകിട്ട് ഞാനും ചേട്ടനും കൂടി പള്ളിയിൽ പോയി. അപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ തീർത്ഥാടകർ വരുന്ന വണ്ടിയിലുള്ളതാണ് ഇങ്ങനെയൊക്കെ. നല്ല രസമില്ലേ കാണാൻ, നല്ല ലൈറ്റ് കൊണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഒത്തിരി ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി താഴോട്ട് മാറിയേ. ഇപ്പോൾ ദൂരെയുള്ളവർക്ക് ബസ്സിൽ വരാനും പോകാനുമായിട്ടൊക്കെ ഉള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളായിരുന്നു പോയത്, മോളും മരുമോളും ഒന്നും വന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരെ.